വലിയ തുക കൊടുത്തു വാങ്ങിക്കൊണ്ടുവരുന്ന ഈ വസ്തു തന്നെ എത്രത്തോളം ഉപദ്രവിക്കും, പൈശാചികമായി എത്രത്തോളം ദ്രോഹിക്കും എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ലബൂബ് പാവകള്. ഇതൊരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും, ഒരുപാട് സമ്പത്ത് കൊണ്ടുവരും എന്നൊക്കെയുള്ള മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിലാണ് പലരും ഇത് വാങ്ങുന്നത്. വലിയ വലിയ വിലകൾ കൊടുത്തുകൊണ്ടാണ് ഇത് വാങ്ങുന്നത്. വലിയ വലിയ സെലിബ്രിറ്റികളടക്കം ഇത് വാങ്ങാൻ ശ്രമിക്കുന്നത് വലിയ സമ്പത്തുണ്ടാകും, ഭാഗ്യം ലഭിക്കുമെന്നുള്ളതിന്റെ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലബൂബു ആവട്ടെ ഏതാവട്ടെ ഏതു തരം പാവകളാണെങ്കിലും അതിനെ ഉണ്ടാക്കുന്നതും അത് സൂക്ഷിക്കുന്നതും നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. റഹ്മത്തിന്റെ മലക്കുകള് ഇത്തരം രൂപങ്ങളോ നായക്കുള്ള വീടുകളിലേക്ക് പ്രവേശിക്കുകയില്ല. അതേപ്രകാരം തന്നെ ഇത്തരം രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളോട് ആ രൂപങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കും എന്നൊക്കെയുള്ള ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല ഷറഹ് മുസ്ലിമിലും അതേപ്രകാരം തന്നെ ഇബ്നു ഹജർ റഹിമഹുല്ല അടക്കം പറയുന്നുണ്ട്, ഇത്തരം വസ്തുക്കൾ നിർമ്മിക്കുക എന്നുള്ളത് കടുത്ത ഹറാമാണ്, അത് വൻദോഷമാണ് എന്ന് മാത്രമല്ല നാല് മദ്ഹബിലും ഇത്തരം വസ്തുക്കളൊക്കെ നിർമ്മിക്കൽ കടുത്ത ഹറാമാണ് എന്നുള്ളത് തർശീബ് പോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേ പ്രകാരം തന്നെയാണ് ഈ വസ്തുവിനെ സൂക്ഷിച്ചു വെക്കലും. നിസാരമായി ചവിട്ടുന്നിടത്തോ അങ്ങനെയൊന്നും അല്ലാതെ എല്ലാവരും കാണുന്ന രൂപത്തിൽ നല്ല ഷോക്കേസിൽ ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ഇത്ര പൈസ കൊടുത്ത് വാങ്ങിക്കൊടുത്തതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ കാണുന്നിടത്ത് തന്നെ നല്ല കണ്ണാടിന്റെ ഉള്ളിലാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ജനശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം രൂപങ്ങൾ കൊണ്ടുവെക്കുക, ഇത്തരം കോലങ്ങൾ വെക്കുക എന്നുള്ളത് കടുത്ത ഹറാമാണെന്നുള്ള തുഹ്ഫ പോലെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. എന്നാൽ കുട്ടികൾക്ക് ആവശ്യത്തിന് വേണ്ടി, കുട്ടികൾക്ക് അവരെ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നതും മറ്റുമൊക്കെ പഠിക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾക്ക് പാവകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് പെൺകുട്ടികൾക്കാണത്. പെൺകുട്ടികൾക്ക് പാവകളെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വിരോധമില്ല. എന്നാൽ ആൺകുട്ടികൾക്കും അത് കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് ബുജൈരിമി പോലെയുള്ള ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പൊ ഏതായിരുന്നാലും കുട്ടികളുടെ ആവശ്യത്തിനല്ലാതെ ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊക്കെ പാവകളും രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവെക്കുക എന്നുള്ളത് കടുത്ത തെറ്റാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. ലബൂബ് പോലെയുള്ള പാവകള് ജനശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഷോക്കേസ് പോലെയുള്ള സ്ഥലങ്ങളിലോ അങ്ങനെ കൊണ്ടുവെക്കൽ നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്നതിലുപരി ലബൂബിന്റെ കാര്യത്തിൽ മറ്റൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, ഈ ലബൂബു എവിടെ നിന്ന് വന്നു എന്നുള്ളതിന്റെ പഠനമാണ്. ആ പഠനം എത്രത്തോളം ശരിയാണ് എന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. എന്നിരുന്നാലും അതുള്ളതാണെങ്കിൽ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണത്. അതിൽ പറയുന്നത് ഈ ലബൂബു എന്ന് പറയുന്നത് നെതർലാൻഡിലെ ഭയപ്പെടുത്തുന്ന ഒരു പിശാചിന്റെ പേരാണത്ര. കുട്ടികളൊക്കെ പിടിച്ചു കൊണ്ടുപോയി തിന്നുന്ന ഒരു പിശാചിന്റെ പേരാണത്ര ലബൂബു. അങ്ങനെ ആ പിശാചിന്റെ ഒരു കാർട്ടൂണ് നെതർലാൻഡിൽ ഇറങ്ങുകയാണ്. നെതർലാൻഡിൽ ആ ലബൂബിന്റെ ഒരു കാർട്ടൂൺ ഇറങ്ങിയപ്പോൾ ആ കാർട്ടൂണ് ലോകവ്യാപകമായി പ്രചരിക്കപ്പെട്ടു. അതിൽ വൻ സ്വീകാര്യത ലഭിച്ചു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ ലബൂബു എന്നുള്ളത് ഫേമസ് ആയി. അപ്പൊ ആ കാർട്ടൂണിലെ ഒരു ചിത്രം, ലബൂബുവിന്റെ ചിത്രം, അതൊരു കമ്പനി നിർമ്മിക്കുകയാണ് ഇത്ര ചെയ്തത്. അങ്ങനെ നിർമ്മിച്ച ഈ ലബൂബു ആ കാർട്ടൂണിന്റെ പ്രചാരത്തിനനുസരിച്ചിട്ട് അതൊരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതാണ്, ഒരുപാട് സമ്പത്ത് കൊണ്ടുവരുന്നതാണ് എന്നൊക്കെയുള്ള ആ രൂപത്തിൽ പല ആളുകൾക്കും ഈ പാവകൾ വാങ്ങാനുള്ള ആഗ്രഹം വരികയാണ്. വലിയ വലിയ വില കൊടുത്തുകൊണ്ടാണ്, കോടിക്കണക്കിന് കാശ് കൊടുത്തിട്ടൊക്കെയാണ് ചില പ്രത്യേകതകളുള്ള ലബൂബുകളെ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ വലിയ വില കൊടുത്തുകൊണ്ടാണ് ആളുകൾ ആ ലബൂബ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജീവിയുടെ രൂപമുണ്ടായതുകൊണ്ട്, ഒരു പാവയുടെ രൂപമുണ്ടായതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്നതിന് തടസ്സമുണ്ടാവുകയും ആ വഹിയുമായി ആ വീട്ടിലേക്ക് വന്നില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപ്രകാരം തന്നെ ജീവിയുടെ രൂപമുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന ഹദീസും കേട്ടവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജീവികളുടെ രൂപങ്ങൾ, അതിനിപ്പോ പിശാചിന്റെ പതിപ്പാവട്ടെ അല്ലാതിരിക്കട്ടെ, ഇത്തരം വസ്തുക്കൾ ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കുന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതലായി ചിന്തിക്കേണ്ടതുണ്ട്.